സോ HTML നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്ന ടാഗാണ് IMG ടാഗ് അഥവാ ഇമേജ് ടാഗ്. നമ്മുടെ വെബ് പേജുകളിനകത്ത് ഇമേജുകൾ കൊണ്ടുവരാനാണ് നമ്മൾ ഇമേജ് ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അതായത് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇമേജസുകളാണ്. സോ ഇങ്ങനത്തെ ഇമേജുകൾ കൊണ്ടുവരാനാണ് നമ്മൾ ഇമേജ് ടാഗ് ഉപയോഗിക്കുന്നത്. ഇമേജ് ടാഗ് ഉപയോഗിക്കാൻ ഒരു ബേസിക് സിൻടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് സിൻടാക്സും ഉണ്ട്. ഈ വീഡിയോയ്ക്ക് അതായത് നമുക്ക് ഇമേജിനെ കുറിച്ചും ഇമേജ് ടാഗിനെ കുറിച്ചും ഒരു ഓവർവ്യൂ നോക്കാം, അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനുള്ള ബേസിക് സിൻടാക്സ് നോക്കാം. ഇതിന്റെ ബേസിക് സിൻടാക്സ് പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്. സോ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇമേജ് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ലോഡ് ചെയ്യാം എന്നതിന്റെ അഡ്വാൻസ്ഡ് സിൻടാക്സ് നോക്കാം. ഓക്കെ, സോ ഈ വീഡിയോനകത്തും ഇതിന്റെ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ള കോഡുകളെല്ലാം ഞാൻ ഗിറ്റ്ഹബിൽ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. സോ ഇതിനകത്ത് ഇമേജ് ടാഗ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു HTML പേജ് ഉണ്ടാക്കാം. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. തൽക്കാലം ഇമേജ് 1 എന്ന് പറഞ്ഞൊരു HTML പേജ് ഉണ്ടാക്കാം. സോ ഇതിനകത്ത് ബേസിക് HTML ടാഗുകളൊക്കെ ഇടാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് sky.jpg എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമേജ് കിടപ്പുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വെബ്സൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ IMG ടാഗ് എന്ന് പറഞ്ഞ ടാഗ് തുടങ്ങാം. സോ ഇത് സിംഗിൾ ടാഗാണ്. സിംഗിൾ ടാഗ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് എലവൻസുകളൊന്നും ഉണ്ടാവില്ല. സോ നമുക്ക് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് SRC = എന്ന് പറഞ്ഞിട്ട് ഏത് ഇമേജ് ആണോ വേണ്ടത് എന്നിട്ട് നമുക്ക് അതിന്റെ ലിങ്ക് നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ ഇമേജസിനകത്ത് sky.jpg കൊടുത്താൽ മതി. സോ ഇത്ര സിമ്പിളാണ് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. സോ ഇവിടെ ഇമേജ് ലോഡ് ആകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും, ഇത് വലിയൊരു ഇമേജ് ആണ്. സോ അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മുടെ പേജിൽ നിന്നും കവിഞ്ഞ് പുറത്തോട്ട് പോയിരിക്കുന്നത്. സോ നമുക്ക് ആ ഇമേജിന്റെ സൈസ് ഒന്ന് നോക്കാം. കണ്ടോ, 2048 പിക്സൽ വിഡ്ത്തും 2048 പിക്സൽ ഹൈറ്റും ഉണ്ട്. ഓക്കെ, നമ്മുടെ ബ്രൗസർ വിഡ്ത്തിനും ഹൈറ്റിനെക്കാട്ടിയും കൂടുതലുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരിക്കലും ഇമേജസ് ലോഡ് ചെയ്യേണ്ടി വരും, നമുക്ക് ആ ബ്രൗസറിൽ ഫിറ്റ് ആവേണ്ടി വരും. ഓക്കെ, സോ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഹൈറ്റും വിഡ്ത്തും നമുക്ക് ഇമേജിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അതിന് ബേസിക്കലി നമുക്ക് ഇവിടെ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കാം, ഒരു 300 പിക്സൽ കൊടുക്കാം. സോ ഇങ്ങനെ ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ പിക്സൽ ആകുമ്പോൾ PX എന്ന് കൊടുക്കണമെന്നില്ല, അങ്ങനെ 300 പിക്സൽ കൊടുക്കാം. ഇതാണ് ഒരു 300 പിക്സൽ വിഡ്ത്തായി. പിന്നെ ഹൈറ്റ് ഓട്ടോമാറ്റിക് ആണ്, ഹൈറ്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഹൈറ്റ് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ വിഡ്ത്ത് 300 പിക്സൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഹൈറ്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഹൈറ്റ് ഓട്ടോ ആണ്. സോ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വിഡ്ത്തിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവൻ ഹൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തോളും. സോ നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ട് നമുക്ക് ഇമേജ് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അറിയേണ്ട കാര്യം പല ടൈപ്പിലുള്ള ഇമേജസുകളുണ്ട്. ഇപ്പോൾ BMP എന്ന് പറഞ്ഞ ഫയലുകളുണ്ട്, അതിനുശേഷം JPEG ഉണ്ട്, PNG ഉണ്ട്, അതുപോലെ തന്നെ WebP എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഉണ്ട്. സോ ഇതിൻ്റെയൊക്കെ ബേസിക്കലി ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ്. പക്ഷേ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈസ് ആയിരിക്കും ഒരു ഫയലിന്. അൺകംപ്രസ്ഡ് ആണ് ബിറ്റ് മാപ്പ്. ഈ സെയിം ഇമേജ് തന്നെ ബിറ്റ് മാപ്പിലാണെങ്കിൽ ഒരുപാട് ഫയൽ സൈസ് വരും. ഓക്കെ, സോ അത് മിക്കവാറും ഈ വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല, കാരണം സെർവറിൽ നിന്ന് എടുത്ത് വരാൻ ഒരുപാട് സമയം എടുക്കും. സോ അതിന് പകരം കുറച്ച് കംപ്രസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജ് ഫോർമാറ്റുകൾ ഉണ്ട്. അതാണ് PNG, JPEG, WebP എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഈ PNG എന്ന് പറഞ്ഞ ഇമേജസിനകത്ത് ട്രാൻസ്പെറൻസി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതൊരു PNG ഇമേജ് ആണ്. സോ ഇത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെയും കൂടി നമുക്ക് കാണാൻ പറ്റും, കാരണം ഇത്രയും ഏരിയ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ ട്രാൻസ്പെറൻസി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ PNG ഇമേജുകൾ. പിന്നെ അടുത്തതാണ് JPEG ഇമേജുകൾ. JPEG ഇമേജുകൾക്ക് ട്രാൻസ്പെറൻസി സപ്പോർട്ട് ചെയ്തില്ല, കാരണം മിക്കവാറും ഇമേജുകൾക്ക് നമുക്ക് ട്രാൻസ്പെറൻസി ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ സാധാരണ ഇതുപോലെ എടുക്കുന്ന ഫോട്ടോസ്, ഇതിനൊന്നും ചില ഏരിയയിൽ അങ്ങനെ ട്രാൻസ്പെറൻസി വേണമെന്ന് വലിയ നിർബന്ധമില്ല. മിക്കവാറും ഡിസൈൻ ചെയ്യുന്ന ഫോട്ടോസിനാണ് ട്രാൻസ്പെറൻസി ആവശ്യം. സോ അതുകൊണ്ട് തന്നെ ഈ JPEG ഇമേജിന് ഈ PNG ഇമേജുകളെക്കാട്ടിയും സൈസ് കുറവായിരിക്കും. ഓക്കെ, സോ പിന്നെ അടുത്തത് വരുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന WebP എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജ് ഫോർമാറ്റ് ഉണ്ട്. സോ അതിനകത്ത് ഈ ട്രാൻസ്പെറൻസി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ക്വാളിറ്റി തീരെ കുറയാതെ ഫയൽ സൈസ് കുറഞ്ഞതുമായിട്ടുള്ള ഫോർമാറ്റാണ് WebP. അതുകൊണ്ട് WebP എന്ന് പറഞ്ഞ ഇമേജ് ഫോർമാറ്റ് ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകളിൽ നമുക്ക് ഉപയോഗിച്ച് കാണാൻ പറ്റും. സോ ഇനി അടുത്തത് നമ്മൾ നോക്കാനുള്ളത് ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജിൻ്റെ വിഡ്ത്ത് ബൈ ഹൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഇമേജിന് 200 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റും ഉണ്ടെങ്കിൽ ആ ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ 200/100, അതായത് 2 ആണ്. ആസ്പെക്ട് റേഷ്യോ നമ്മൾ ഡിവിഷൻ ഫോർമാറ്റിലാണ് പറയാറ്. 2 അല്ലെങ്കിൽ 2/1 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് തുറന്ന് നോക്കാം. സോ ഈ ഒരു ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ നോക്കി നോക്കാം. 1024 ആണ് എൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 576 ആണ്. സോ നമുക്കിവിടെ 1024/576 1.79 ഇതാണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ ജനറലി 2 ടൈപ്പിലുള്ള ഇമേജസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ളത്. ഒന്ന് 16/9 മറ്റേത് 4/3. സോ ഈ ഒരു ഇമേജ് 16/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കാം, 16/9 എടുത്തു കഴിഞ്ഞാൽ 1.77. അപ്പോൾ സോ ഈ ഒരു ഇമേജ് 16/9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു ഇമേജാണ്. ഓക്കെ, സോ ആസ്പെക്ട് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഇമേജ് ടാഗിൽ സെറ്റ് ചെയ്യുന്ന ഹൈറ്റിനും വിഡ്ത്തിനും അനുസരിച്ചിട്ടല്ല നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്കിൽ ആ ഇമേജ് ചിലപ്പോൾ ഡിസ്ട്രോട്ടഡ് ആയിട്ടൊക്കെ കാണപ്പെടും. സോ അതുകൊണ്ട് തന്നെ ആസ്പെക്ട് റേഷ്യോൻ്റെ കൺസെപ്റ്റ് അറിയുന്നത് അത്യാവശ്യമാണ്. ഈ ഒരു കേസിനകത്ത് നമ്മളിവിടെ ഹൈറ്റ് കൊടുത്തിട്ടില്ല. ഇവിടെ ഹൈറ്റ് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ വിഡ്ത്ത് 300 പിക്സൽ കൊടുത്താലും ഇമേജസിൻ്റെ ആസ്പെക്ട് റേഷ്യോ 1/1 ആയതുകൊണ്ട് ഹൈറ്റും ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 300 പിക്സൽ തന്നെ ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോ ആണ്. ഇനി നമ്മൾ ഹൈറ്റ് ഓട്ടോ അല്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിഡ്ത്ത് ഒരു 400ഉം ഹൈറ്റ് ഒരു 300ഉം ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നമുക്ക് ഇമേജ് ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് 4/3 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഇമേജസിന് വേണ്ടിയുള്ള സ്ഥലത്താണ് നമ്മൾ ഇമേജ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഈ ഇമേജിൻ്റെ സൈസ് എത്രയാണ്?
1:1 ആണ്, വിഡ്ത്തും ഹൈറ്റും ഈ ഒരു ആസ്പെക്ട് റേഷ്യോന് ചേരുന്നതല്ല. ഓക്കെ, സോ നമ്മളത് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി സ്ക്വീസ് ആയിട്ടുണ്ട്, ഇതൊന്ന് കുറച്ച് കംപ്രസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ അത് കാണിക്കണമെങ്കിൽ നമുക്കിവിടെ ഇൻസ്പെക്ട് എലമെൻ്റ് എടുക്കാം. സോ നമുക്കിവിടെ 400x400 തന്നെ കൊടുത്തു നോക്കാം. ഇതാണ് ശരിക്കുള്ള ഇമേജ് സൈസ് ഇതിങ്ങനെയാണ്. പക്ഷെ നമ്മൾ 400x300 കൊടുത്ത സമയത്ത് ഇതൊന്ന് സ്ക്വീസ് ആയിപ്പോയി. ഓക്കെ, ഒന്ന് കാരണം 300 അവൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. സോ അതാണ് നമ്മൾ റൈറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ നമ്മൾ ഇമേജ് ഇട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന കുഴപ്പം. സോ അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഹൈറ്റ് ഒന്നും കൂടി കുറച്ച് നോക്കാം. 200 കൊടുത്ത് നോക്കാം. വിഡ്ത്ത് കറക്റ്റാണ്, ഹൈറ്റ് കുറച്ചും കൂടി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇമേജസ് കുറച്ച് സ്ക്വീസ് ചെയ്തു. സോ അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ ഇടുന്ന കണ്ടെയ്നറിനും കിട്ടുന്ന ഇമേജും നമ്മളുടെ ആസ്പെക്ട് റേഷ്യോ സെയിം ആയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. സോ ഇങ്ങനത്തെ കേസുകളിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ബ്രൗസർ ഇതിനകത്ത് 3 ഓപ്ഷൻ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ തരുന്നുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് ചെയ്താൽ ഇമേജ് സ്റ്റൈൽ ചെയ്യാം. സോ ഇവിടെ കാണുന്ന ഇമേജ് ടാഗ് വന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇവിടെ സ്റ്റൈൽ ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ എളുപ്പത്തിന് അതിന് ഒബ്ജക്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒബ്ജക്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വാല്യൂസാണ് എടുക്കുന്നത്. ഫില്ല്, കണ്ടെയ്ൻ, കവർ. ഇതാണ് നമ്മൾ ബേസിക്കലി അറിയേണ്ട 3 വാല്യൂസ്. സോ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമേജിൻ്റെ സൈസ്, ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ് ടാഗിൻ്റെ സൈസ്. സോ അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഫിറ്റ് നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസ് എന്താണോ അത് അങ്ങനെ അവിടുന്ന് പ്ലേസ് ചെയ്യും. നമ്മുടെ ഇമേജിൻ്റെ സൈസ് ഇതൊരിക്കലും മാറ്റത്തില്ല. അതാണ് ഒബ്ജക്റ്റ് ഫിറ്റ് നണ്ണ്. നേരെ മറിച്ച് കണ്ടെയ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇമേജിൻ്റെ സൈസ് ഒന്ന് മാറ്റിയിട്ട് ഇമേജ് ടാഗിൻ്റെ കണ്ടെയ്നർ ബോർഡറിലോട്ട് അവൻ ടച്ച് ചെയ്യാൻ നോക്കും. പക്ഷേ എൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറ്റത്തില്ല. ഇത് ആസ്പെക്ട് റേഷ്യോ മാറാത്തതുകൊണ്ട് നമ്മുടെ ഇമേജിൻ്റെ ടാഗ് നമ്മുടെ ഇമേജും സെയിം ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും അല്ലെങ്കിൽ ടോപ്പിലും ബോട്ടത്തിലും സ്പേസ് കാണാം. ഫില്ലെന്ന് പറഞ്ഞാലും ഇമേജിൻ്റെ സൈസ് മാറും, പക്ഷേ ആ നമ്മുടെ ഇമേജ് ടാഗിനകത്ത് ഫുള്ളായിട്ട് അത് ഫില്ലാവും. ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാനിക്കത്തില്ല. നേരെ മറിച്ച് നമ്മളുടെ ഇമേജ് ടാഗിൻ്റെ സൈസ് എന്താണോ അതിനകത്തോട്ട് ഫുള്ളായിട്ട് അവനിടും. അപ്പോൾ ഒന്നല്ലെങ്കിൽ അത് വിഡ്ത്ത് സ്ട്രെച്ച് ആവും അല്ലെങ്കിൽ ഹൈറ്റ് സ്ട്രെച്ച് ആവും, ആസ്പെക്ട് റേഷ്യോ വ്യത്യാസം ഉണ്ടെങ്കിൽ. സോ അതാണ് ഫില്ല്. ഇനി അടുത്തത് കവർ. സോ ഒബ്ജക്റ്റ് ഫിറ്റ് കവർ ആണെങ്കിലും ഇമേജ് റീസൈസ് ചെയ്യും, പക്ഷേ ആസ്പെക്ട് റേഷ്യോ മാറത്തില്ല. എന്നിട്ട് നമ്മുടെ കണ്ടെയ്നറിനകത്ത് ഫിറ്റ് ആവാൻ നോക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ബാക്കി വരുന്ന ഇമേജ് ചിലപ്പോൾ ഇതിൻ്റെ വെളിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ പോണ സമയത്ത് ബാക്കി വെളിയിൽ പോകുന്നതൊക്കെ അവൻ ക്ലിപ്പ് ചെയ്ത് കളയും. ഓക്കെ, ഇങ്ങനെ ഒബ്ജക്റ്റ് ഫിറ്റ് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇമേജ് ടാഗിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് റെസ്പോൺസീവ്നെസ് നോക്കാം ഇമേജിൻ്റെ. സോ റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ക്രീൻ വിഡ്ത്ത് ആയാലും ഇമേജ് വലിയ പ്രശ്നമില്ലാതെ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് റെസ്പോൺസീവ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീനിൻ്റെ വിഡ്ത്ത് കുറച്ചാലും കൂട്ടിയാലൊന്നും ഇമേജിനൊരു മാറ്റവും ഇല്ല. ഇമേജ് കട്ടായി പോകുന്നുണ്ട്, ചിലപ്പോൾ സ്ക്രോളുകളൊക്കെ വരുന്നുണ്ട്. സോ അതൊരു നല്ല എക്സ്പീരിയൻസ് അല്ല. സോ അത് റെസ്പോൺസീവ് ആക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് വിഡ്ത്ത് പെർസെൻറ്റേജിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ വിഡ്ത്ത് 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നറിൻ്റെ പകുതി വിഡ്ത്താവുള്ളൂ. നമ്മൾ ചെറുതാക്കുന്നതിനനുസരിച്ചിട്ട് ഇമേജസ് ചെറുതാവാനും വലുതാവാനും മതി. ഓക്കെ, സോ ഇനി ഇമേജ് ടാഗിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ആൾട്ട്. ഓക്കെ, സോ ആൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഇമേജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് കൊടുക്കാം. സോ ഇത് ഇമേജ് ഓഫ് സ്കൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കാം. സോ ഇത് സാധാരണ രീതിയിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ഇതെപ്പോൾ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഇമേജ് ലോഡായില്ല, നെറ്റ്വർക്ക് എറർ എന്തെങ്കിലും കാരണം. സോ അങ്ങനത്തെ കേസുകളിൽ ആ ടെക്സ്റ്റ് ആയിരിക്കും ഇവിടെ വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ URL ഒന്ന് തെറ്റിച്ച് കൊടുക്കാം. സോ ഇവിടെ കണ്ടോ, സോ ഇവിടെ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ അതാണ് ഒരു യൂസ് കേസ്. പിന്നെ വേറൊരു യൂസ് കേസ് സ്ക്രീൻ റീഡേഴ്സൊക്കെ ഉണ്ടാവും. ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചിലവർക്ക് കാഴ്ച പരിമിതികളോ അങ്ങനെ വല്ല ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉള്ളവർക്കും അല്ലാത്ത കേസിലും നമ്മുടെ സ്ക്രീൻ റീഡേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവും. അതായത് നമ്മുടെ സ്ക്രീൻ വായിച്ചു തരും. സോ ആ സ്ക്രീൻ റീഡേഴ്സ് ഈ ഇമേജ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ആൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ്. സോ ഇത് റിക്വയർഡ് ആട്രിബ്യൂട്ടാണ്, എല്ലാ ഇമേജ് ടാഗ് എഴുതുമ്പോഴും കൊടുക്കേണ്ടതാണ്. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വെബ് പേജിനകത്ത് നമുക്ക് ഇമേജസ് കൊണ്ടിടാൻ പറ്റും. സോ ഇത് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇമേജസിൻ്റെ. സോ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വെർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഇമേജിന് പകരം ഇത് കുറച്ച് വലിയൊരു ഇമേജാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് അവിടെ കൊണ്ടിടാം. എന്നിട്ട് വിഡ്ത്ത് നമുക്കൊരു നേരത്തെ പോലത്തെ 400 പിക്സൽ കൊടുക്കാം. ഇത് ഫൈനാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പേജിനെ നമ്മൾ ഞാൻ മൊബൈലിൽ ചില ആൾക്കാർ കാണുന്നുണ്ടാവും. സോ ഇത് മൊബൈലിൽ ലോഡ് ചെയ്യുമ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ 2048 വിഡ്ത്തുള്ള ഇമേജിൻ്റെ ആവശ്യമില്ല. ചെറിയ സ്ക്രീനല്ലേ, അപ്പോൾ ചെറിയ റെസൊല്യൂഷനിലുള്ള ഇമേജ് മതി. 640 റെസൊല്യൂഷനിലുള്ള ഇമേജ് ഒക്കെ തന്നെ ചെറിയ മൊബൈൽ സ്ക്രീനിൽ മതിയാവും. സോ എന്നിട്ട് നമ്മൾ 2048 ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. 2048 ലോഡ് ചെയ്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2048 ഇട്ടിട്ട് ഇത് എത്ര സൈസ് ആണ് നെറ്റ്വർക്കിൽ നിന്ന് ലോഡ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 470 KB ആണ്. നേരെ മറിച്ച് ചെറിയൊരു ഇമേജ് റെസൊല്യൂഷൻ ആണെങ്കിൽ 68 KB ഉള്ളൂ. അത്ര വ്യത്യാസമുണ്ട്. ഓക്കെ, സോ മിക്കവാറും ആൾക്കാർ മൊബൈലിലാണ് നമ്മളുടെ വെബ്സൈറ്റ് കാണുന്നെങ്കിൽ വെറുതെ നമ്മുടെ സെർവറിന് ഇത്രയും ലോഡ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഇമേജ് ടാഗ് ഉപയോഗിച്ചിട്ട് ചെറിയ റെസൊല്യൂഷനിൽ ചെറിയ ഇമേജും വലിയ റെസൊല്യൂഷനിൽ വലിയ ഇമേജൊക്കെ ലോഡ് ചെയ്യാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് യൂസ് ഓഫ് ഇമേജ് ടാഗ്. ഓക്കെ, സോ അതും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള ഇമേജ് ടാഗ് അറിഞ്ഞാൽ മതിയെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നിർത്താം. അഡ്വാൻസ്ഡ് ആയിട്ട് അറിയണമെങ്കിൽ കോഡ് മലയാളത്തിൻ്റെ അടുത്ത വീഡിയോയും തീർച്ചയായും കാണുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.